Hi friends, this is Milan. നമ്മുടെ ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഐഫോൺ ബേസ് അല്ലെങ്കിൽ iOS ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഏറ്റവും കൂടുതലും കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഡിവൈസുകളെ പറ്റിയുള്ള വീഡിയോസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് ആയിട്ടുള്ള watchOS 8.4ലും അതോടൊപ്പം തന്നെ iPadOS 15.3ലും macOS 12.2ലും വന്നേക്കുന്ന പുതിയ ചേഞ്ചസ് ആൻഡ് ഫീച്ചേഴ്സ് ആണ്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് 8.4 എന്ന് പറയുന്ന ഈ അപ്ഡേറ്റ് വന്ന സൈസ് നോക്കാം. അത് ഏകദേശം വന്നിരിക്കുന്നത് 185 MB ആണ്. ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ iOS 15.3യുടെ വീഡിയോ കണ്ടു. അതിൽ ചില ആളുകൾ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, കഴിഞ്ഞ അപ്ഡേറ്റിൽ കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സോ ചേഞ്ചസോ ഒന്നും തന്നെ ഇല്ല, അവിടെ ഇവിടെയും കുറച്ച് സ്പെല്ലിങ്ങുകൾ മാറി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഏത് അപ്ഡേറ്റും ആയിക്കോട്ടെ, അപ്ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഫീച്ചേഴ്സോ ചേഞ്ചസോ അല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ മാത്രം കൊണ്ടുവരാനുള്ളതല്ല. നമ്മുടെ ഡിവൈസുകളിൽ അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ബഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് നമുക്ക് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. അല്ല ഫീച്ചേഴ്സ് മാത്രം പുഷ് ചെയ്യാൻ വേണ്ടിയല്ല നമുക്ക് ഓരോ അപ്ഡേറ്റും. രണ്ടാമത്തെ കാര്യം, ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ നമുക്ക് നോക്കാം. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ ജനറൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ എബൌട്ട് ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു വേർഷൻ്റെ 8.4ൻ്റെ ബിൽ നമ്പർ കാണാം. 19S456 എന്നാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രീവിയസ് അപ്ഡേറ്റ് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. അതായത് നമ്മൾ ആപ്പിളിൻ്റെ സ്വന്തം അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒറിജിനൽ അഡാപ്റ്റർ അല്ലാതെ മറ്റേതെങ്കിലും ഒരു ചാർജറിൽ, ഇപ്പോൾ ഇവിടെ ആങ്കർ അല്ലെങ്കിൽ ബെൽക്കിൻ്റെയോ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ചാർജറിൽ വെച്ച് നമ്മൾ ആപ്പിൾ വാച്ച് ചാർജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ചാർജ് ആകാതിരിക്കുന്നു. ഈവൻ ആപ്പിളിൻ്റെ സ്വന്തം ചാർജറായിട്ടുള്ള മാക്സേഫ് ഡ്യുവോയിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ നോക്കിയാൽ പോലും ഇത് ചാർജ് ആകാതിരിക്കുന്നു എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ഒരു വാച്ച് ഫേസ് ആണ്. ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ ചെയ്ത അല്ലെങ്കിൽ കൊണ്ടുവന്ന മറ്റൊരു മാറ്റമാണ് നമ്മളുടെ സഫാരി. ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഈ വർഷത്തെ ബ്ലാക്സിൻ്റെ ഹിസ്റ്ററി മന്തിൻ്റെ ഭാഗമായിട്ട് പുതിയ യൂണിറ്റി വാച്ച് ഫേസും അതോടൊപ്പം തന്നെ ആപ്പിൾ വാച്ചിന് പറ്റുന്ന പുതിയ വാച്ച് ബാൻഡും യൂണിറ്റി വാച്ച് ബാൻഡുമാണ് ആപ്പിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് യൂണിറ്റി വാച്ച് ഫേസ് എന്ന് പറഞ്ഞാൽ. ഇതൊപ്പം നമ്മൾ ജസ്റ്റ് ആഡ് വാച്ച് ഫേസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ ഒരു ആപ്പിൾ വാച്ചിൻ്റെ ആപ്പിലേക്ക് അത് പോപ്പപ്പ് ആവും. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ആഡ് ടു മൈ ഫേസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിലേക്ക് ആഡ് ആകാം. ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് യൂണിറ്റി ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാച്ച് ഫേസ്. അപ്പം ഇതാണ് നമ്മുടെ വാച്ച് ഫേസ്. വളരെ രസകരമായിട്ടുള്ളൊരു വാച്ച് ഫേസ് ആണ്. ഒരു സൈഡിൽ ഗ്രീൻ, ഒരു സൈഡിൽ റെഡ്. അതോടൊപ്പം തന്നെ ആ ഡയലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഡിറ്റ് ഓപ്ഷനിൽ പോകാം. എഡിറ്റ് ഓപ്ഷനിൽ പോകുമ്പോൾ ആദ്യം ഡയൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 2 ഡയൽ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് നമുക്ക് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ വാച്ച് ഫേസ് മാത്രമായിട്ടുള്ളൊരു ഡയലാണ്. 2 നമുക്ക് ഈ സൈഡുകളിൽ അല്ലെങ്കിൽ എഡ്ജസുകളിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. 2 സ്റ്റൈലാണ്. സ്റ്റൈലിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് ഈ ഒരു അവർ ഇൻഡിക്കേഷൻസ് അത് ഡിസേബിൾ ചെയ്യാം, എനേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഉള്ളത് കളറാണ്. കളറിൽ നമുക്കൊരു ഗ്രേ കളറും അതേപോലെ തന്നെ ഈ ഒരു ഇപ്പോൾ കാണുന്ന പോലെ റെഡ് ആൻഡ് ഗ്രീൻ കളറാണ്. പിന്നെ ഉള്ളത് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്തൊക്കെ ആപ്സ് ഉണ്ടോ, ഏതിനൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിലെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സെക്കൻഡ് ഹാൻഡ്, ആ ഒരു സെക്കൻഡ് സൂചി മാറുന്നതനുസരിച്ച് നമ്മുടെ കളർ ഫെയ്ഡ് ഔട്ട് ആണെന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം അത് അങ്ങോട്ട് കയറി കഴിയുമ്പം കണ്ടോ ആ ഗ്രീൻ മൊത്തം ഫെയ്ഡ് ഔട്ടായി. അപ്പോൾ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്, നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഇത് ആപ്പിൾ വാച്ച് എസ് ആണ്. അതുകൊണ്ട് ഇതിൽ ECG ഇല്ല. അപ്പം ECG സപ്പോർട്ട് ചെയ്യുന്ന ആപ്പിൾ വാച്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ECG സപ്പോർട്ട് ഇപ്പോൾ നമുക്ക് ഇന്തോനേഷ്യയിലും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുതിയൊരു രാജ്യം കൂടെ ആപ്പിൾ ECGയുടെ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഓൾറെഡി നമുക്ക് ഈ ഒരു ECG സപ്പോർട്ട് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ECGയും ബ്ലഡ് ഓക്സിജനും എല്ലാം തന്നെ ECG എനേബിൾ അയക്കുന്ന ആപ്പിൾ വാച്ചിൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. വാച്ചിൻ്റെ കറണ്ട് ലൈനപ്പിൽ ആപ്പിൾ വാച്ച് എസ്സിലാണ് നമുക്ക് ECGയോ ബ്ലഡ് ഓക്സിജനോ ഒന്നും ഇല്ലാത്തത്. ബാക്കി എല്ലാ മോഡൽസിലും, അതായത് ആപ്പിൾ വാച്ച് സീരീസ് 4, 5, 6, 7 ഈ 4 മോഡൽസിലും നമുക്ക് ECG ഉള്ളതാണ്. അതേപോലെ തന്നെ 6ലും 7ലും മാത്രമാണ് നമുക്ക് ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതുതായിട്ട് ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് ബഗ് ഫിക്സസ് ആണ്, അല്ലെങ്കിൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ആപ്പിളിൻ്റെ സെക്യൂരിറ്റി സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ watchOS 8.4ൻ്റെ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ iOS 15.3ലും അതേപോലെ തന്നെ iPadOS 15.3ലും എല്ലാം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ watchOS 8.4നെ പറ്റിയുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഐപാഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ iPadOS 15.3 അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചത് ഏകദേശം 868 MB ആണ്. നമ്മളുടെ ഐപാഡ് മിനിയിലാണ് ഇത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ നമ്മളുടെ ഡിവൈസുകൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ സൈസ് തീർച്ചയായിട്ടും മാറും. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. രണ്ടാമത്തെ
കാര്യം ഇതിൻ്റെ ബിൽ നമ്പറാണ്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വേർഷൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ 19D50 ആണ് ഈ ഒരു iPadOSൻ്റെ ബിൽ നമ്പർ. ഇനി iPadOSനെ പറ്റി ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ iOS 15.3 വന്ന സെയിം ഫീച്ചേഴ്സും ചേഞ്ചസുമാണ്. ഇനി നമ്മുടെ macOSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ macOS Monterey 12.2 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് വന്നത് നമ്മുടെ MacBook Airൽ, ഇത് M1 MacBook Air ആണ്, ഏകദേശം 2.5 GB അടുത്താണ്. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് അബൌട്ട് ദിസ് മാക്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും 21D49 ആണ് ഇതിൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ എല്ലാ M1 മാക്കുകൾക്കും, നിങ്ങൾ ഉപയോഗിക്കുന്ന മാക്ക് M1 MacBook Airോ പ്രോയോ മിനിയോ ആയിക്കോട്ടെ, എല്ലാ M1 ഡിവൈസുകൾക്കും ഒരു ഫേംവെയർ അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട്. അതറിയാൻ വേണ്ടി നമ്മളെ സിസ്റ്റം റിപ്പോർട്ട്, ഈ താഴെ കാണുന്ന സിസ്റ്റം റിപ്പോർട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫേംവെയർ വേർഷൻ കാണാൻ സാധിക്കും. അതായത് ലേറ്റസ്റ്റ് ഫേംവെയർ വേർഷൻ 7421.81.3 എന്ന് പറയുന്നതാണ് പുതിയ ഫേംവെയർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റിലെ ഫീച്ചേഴ്സും ചേഞ്ചസും പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ തവണ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഇപ്പം iOS ആയാലും iPadOS ആയാലും watchOS ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റി വൾനറബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഏകദേശം 13ഓളം സെക്യൂരിറ്റി ഫിക്സസ് ആണ്. ഈ ഒരു അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന കപ്പിൾ ഓഫ് ചേഞ്ചസ്, അതിൽ ഒന്നാമത്തെ ഒരു ചേഞ്ച് ആണ് നമ്മളുടെ മ്യൂസിക് ആപ്പ്. ആപ്പിൾ കംപ്ലീറ്റ്ലി നമ്മുടെ മ്യൂസിക് ആപ്പിനെ റീറൈറ്റ് ചെയ്തേക്കുന്നതാണ്. അതായത് ഇതുവരെ നമുക്ക് മാക്കിലുണ്ടായിരുന്നത് ആക്ച്വൽ മ്യൂസിക് ആപ്പ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള നേറ്റീവായിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു മ്യൂസിക് ആപ്പ് അല്ലായിരുന്നു. ഇതുവരെ നമുക്കുണ്ടായിരുന്നത് ഈ ഒരു മ്യൂസിക് ആപ്പിൻ്റെ വിൻഡോയിൽ വെബ് കണ്ടൻസ് അല്ലെങ്കിൽ വെബിൽ നിന്നാണ് കണ്ടൻസ് എല്ലാം ലോഡ് ആയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലാഗി ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള ഒരു മ്യൂസിക് ആപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ആപ്പിൾ ആപ്പ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു നേറ്റീവ് ആപ്പിനെ ബിൽഡ് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലേശം കൂടെ ഫാസ്റ്റർ ആയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ ടാബ് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ സാധിക്കും. സ്മൂത്തറായിട്ടുള്ള ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് കണ്ടൻസ് ലോഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നേറ്റീവ്ലി റൺ ചെയ്തേക്കുന്നതും നെറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബിൽ നിന്ന് കണ്ടൻസ് ലോഡ് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇതിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സഫാരിയാണ്. സഫാരി നമുക്കിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സഫാരിയുടെ ആ ഒരു ലീക്ക് നമുക്കറിയാം. സഫാരിയിൽ നമ്മൾ iOSലും iPadOSലും എല്ലാം കണ്ട പോലെ തന്നെ ഒരു സെക്യൂരിറ്റി വൾനറബിലിറ്റി ഇതിലും ഉണ്ടായിരുന്നു. അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സഫാരി മൊത്തത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എബൌട്ട് സഫാരിയുടെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 15.3 ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു സഫാരി അപ്ഡേറ്റ് ഇപ്പോഴും കറൻ്റ്ലി നിങ്ങൾ macOS ബിഗ് സെറോ അല്ലെങ്കിൽ macOS കാറ്റലീനയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്കും ഈ ഒരു സഫാരി അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലടുത്ത കാര്യം നമ്മളുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സിൻ്റെ ആ ഒരു നോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണാം നമ്മളുടെ macOS Monterey 12.2 എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പോവുകയാണെങ്കിൽ എന്തൊക്കെ CVV എൻട്രീസ് ആണ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് കാണാം AMD കർണൽ, കളർ സിങ്ക്, ക്രാഷ് റിപ്പോർട്ട്, iCloud, ഇൻ്റൽ ഗ്രാഫിക്സ് ഡ്രൈവർ, അങ്ങനെ മാക്കിന് ബേസ് ചെയ്തിട്ടുള്ള കുറേ അഡീഷണൽ കാര്യങ്ങളും ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പ്രീവിയസ് അപ്ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്മൂത്തായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഒരു ലാഗോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഇനി ബാറ്ററിയുടെ കാര്യം പറയുമ്പം നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നേരത്തെ ഉള്ളതിനേക്കാളും സ്വല്പം കൂടെ ബെറ്ററായി എന്ന് നമുക്ക് വേണേൽ പറയാം. നിങ്ങൾക്കിവിടെ കാണാം ഇന്നലെ 6:50 ഞാൻ ചാർജ് ചെയ്തത്. ഇപ്പോഴും നമുക്ക് ഏകദേശം 23% റിമൈനിങ് ആണ്. അതേപോലെ തന്നെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം കറൻ്റ്ലി ഞാനിപ്പോൾ വാങ്ങിയിട്ട് 10 മാസമാകുന്നു. 10 മാസത്തിൽ ഇപ്പം 97 ആയി എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ അത്രയും യൂസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ബാറ്ററി ഹെൽത്ത് കുറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ macOS 12.2 പറ്റിയുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. കാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ